മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന കണ്ണൂർ ജില്ലയുടെ ഹൃദയഭാഗത്ത് കാലത്തിന്റെ കയ്യൊപ്പുകളേന്തി ഒരു പുണ്യസങ്കേതം തല ഉയർത്തി നിൽക്കുന്നു. കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്താവ് പ്രധാന ദേവനായി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന് എന്നതിലുപരി ശൈവശാസ്ത്ര ശക്തി ദൈവീക സങ്കല്പങ്ങളുടെ അത്യപൂർവമായ സംഗമഭൂമി കൂടിയാണ് ഈ ക്ഷേത്രം. ഈ പുണ്യസന്നിധി വടക്കൻ കേരളത്തിന്റെ പുരാതന ചരിത്രത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ശക്തമായ പ്രാദേശിക സംസ്കൃതിയുടെയും ജീവിക്കുന്ന രേഖയാണ്. കലിയുഗവരദനായ ശ്രീ ധർമ്മശാസ്താവ് ലോകമാതാവായ ശ്രീ ഭദ്രകാളി സൗമ്യരൂപത്തിലും രൗദ്രഭാവത്തിലും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം 17 ഊരുകളുടെയും അധീശസ്ഥാനം വഹിക്കുന്ന ഒരു കുലക്ഷേത്രത്തിന്റെയും ഗ്രാമക്ഷേത്രത്തിന്റെയും മഹത്വം പേറുന്നു. ഏകദേശം 3000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം 108 അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നായും, അതായത് 72ാമത്തെ ക്ഷേത്രമായും കരുതപ്പെടുന്നു. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലെ ശിലാലിഖിതങ്ങൾ വരെ ഇവിടെ ചരിത്രത്തിന്റെ നിഴലുകൾ അവശേഷിപ്പിക്കുന്നുണ്ട്. കണ്ണാടിപ്പറമ്പ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടത്തെ ദൈവീക സങ്കല്പങ്ങളുടെ അത്യന്തം ശക്തിമത്തായ സംയോജനമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നതിലുപരിയായി ഇവിടെ ശൈവശാസ്ത്ര ശക്തി ദൈവീക സാന്നിധ്യം അതിശക്തമായി അനുഭവപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ധർമ്മശാസ്താവിനാണ്. ഇവിടെ ശാസ്താവിനെ ദേശനാഥനായി ജാതിമതഭേദമന്യേ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന കലിയുഗവരദൻ എന്ന സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ശാസ്താവിഗ്രഹം വില്ലും അമ്പും ധരിച്ച വേട്ടക്കാരന്റെ രൂപത്തിലാണെന്നതും അപൂർവതയാണ്. ശാസ്താവിന്റെ ഈ 2 രൂപങ്ങളെയും ആരാധിക്കുന്നത് ക്ഷേത്രത്തിന്റെ പഴക്കത്തെയും ഐതിഹ്യത്തെയും സൂചിപ്പിക്കുന്നു. വേട്ടക്കാരന്റെ രൂപം പ്രകൃതിയുമായും വനങ്ങളുമായും ക്ഷേത്രത്തിനുള്ള ബന്ധം വെളിവാക്കുന്നു. പണ്ടുകാലത്ത് വനമേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന ആദിമനിവാസികളുടെ ആരാധനാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രപരമായ തുടർച്ചയും ഇതിൽ കാണാൻ സാധിക്കും. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കാണുന്ന മാത്രയിൽ ആദ്യം ദിവ്യചൈതന്യം ദർശിച്ച സ്ഥലത്ത് നിത്യവും രാവിലെ നൈവേദ്യം നൽകുന്ന ആചാരം ഈ വനഭൂതനാഥ സങ്കല്പത്തിന്റെ ഒരു അടയാളമാകാം. ശാസ്താവിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്നത് ജഗജ്ജനനിയായ ശ്രീ ഭദ്രകാളിയാണ്. അമ്മയെ ഇവിടെ ശാന്തസ്വരൂപിണിയായും രൗദ്രരൂപിയായും ആരാധിക്കുന്നു. ശാന്തസ്വരൂപിണിയായ അമ്മ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഭഗവതിയുടെ ശ്രീകോവിലിൽ വാഴുന്നു. ഇവിടെ ദേവിയുടെ വിഗ്രഹം ഒരു കണ്ണാടി പ്രതിഷ്ഠയായതിനാലാണ് ഈ പ്രദേശത്തിന് കണ്ണാടിപ്പറമ്പെന്ന പേര് ലഭിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. സൗമ്യരൂപത്തിലുള്ള അമ്മയെ ദുർഗാ ഭഗവതിയായി സങ്കല്പിച്ച് നൈവേദ്യം നൽകുന്നതും ഇവിടത്തെ മാത്രം പ്രത്യേക ചടങ്ങാണ്. എന്നാൽ രൗദ്രഭാവത്തിലുള്ള ദേവി ശ്രീ രുദ്രകാളി ക്ഷേത്രവുമായി ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പൂങ്കാവനത്തിൽ വനദേവതാ സങ്കല്പത്തിൽ വാഴുന്നു. ഒരേ ദേവിയുടെ 2 വ്യത്യസ്ത ഭാവങ്ങൾ ഒരേ സങ്കേതത്തിൽ കൃത്യമായ ദൂരപരിധിയോടെ ആരാധിക്കപ്പെടുന്നത് ഭക്തന്മാർക്ക് ശക്തിയുടെയും ശാന്തിയുടെയും അനുഭവം ഒരേ സമയം നൽകുന്നു. ഇത് ശക്തിയുടെ ദ്വൈതഭാവത്തെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി ആരാധിക്കുന്ന പുരാതന സമ്പ്രദായത്തിന്റെ തുടർച്ചയായി വിലയിരുത്താം. കൂടാതെ ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന്റെ കിഴക്ക് ഭാഗത്ത് ശ്രീ രാജരാജേശ്വരനെ കൊടിവിളക്ക് വെച്ച് നിവേദ്യം നൽകുന്നു. സാക്ഷാൽ ശ്രീ മഹാദേവന്റെ സങ്കല്പമാണിത്. ക്ഷേത്രം സർവപ്രതാപിയായ ശ്രീ മഹാദേവന്റെയും അനുഗ്രഹം സദാ ചൊരിയുന്നുവെന്ന് പറയുന്നതിലൂടെ ഇവിടെ ശിവൻ, ശാസ്താവ്, ശക്തി എന്നീ 3 പ്രധാന ദൈവിക ധാരകളുടെയും സാന്നിധ്യം ഒത്തുചേരുന്നുവെന്നും വ്യക്തമാകുന്നു. ഇത് ഈ ക്ഷേത്രത്തെ ആധ്യാത്മികമായി കൂടുതൽ ഉന്നതമായ ഒരു തലത്തിലേക്കും ഉയർത്തി. ഈ ക്ഷേത്രം ഏകദേശം 3000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുകയാണ്. വയത്തൂർ കാളിയാർ ക്ഷേത്രം ശിവഭഗവാനാണ്. ആ ക്ഷേത്രത്തിനാണ് കൂടുതൽ പ്രാചീനത എന്ന് പറയുന്നു. അതുപോലെ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അതേപോലെ തന്നെ ഈ ഭദ്രകാളി, നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഭദ്രകാളിക്ക്, ഭഗവതിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് പുറത്തായിട്ട് വടക്കേക്കാവ് എന്ന് പറയുന്ന ഒരു സങ്കേതമുണ്ട്. ആ സങ്കേതത്തിൽ രുദ്രകാളി എന്ന് പറയുന്ന
ഭഗവതിയുടെ മറ്റൊരു ഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അവിടെ ഉച്ചപൂജയും അതുപോലെ പിന്നെ രൗദ്ര ദേവിക്ക് നൽകുന്ന മധ്യാഹ്ന ഉച്ചക്ക് നടത്തുന്ന പൂജയാണ്. അത് ക്ഷേത്രത്തിൻ്റെ ബ്രാഹ്മണരല്ല പൂജ നടത്തുന്നത്. അവിടെ കലശം എന്ന് പറയുന്ന ഒരു ഭക്തജനങ്ങൾക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനയായി അർപ്പിക്കാൻ പറ്റുന്ന കലശം, അത് മദ്യവും കോഴിയൊക്കെ കൊണ്ടുപോയി പാളത്ത് തറവാട്ടിലെ സ്ഥാനികനായിട്ടുള്ള എംബ്രോനാണ് ആ പൂജ നടത്തുന്നത്. ക്ഷേത്രത്തിൽ പിന്നെ ഇത്തരം ധാരാളം ഐതിഹ്യങ്ങൾ ഉള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ തന്നെ ഐതിഹ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേക്കാവിലുള്ള ക്ഷേത്രം തന്നെയാണ്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ 3000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. അവിടെ ക്ഷേത്രത്തിൽ പിന്നെ വിറക് ശേഖരിക്കാനൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾ എത്തുകയും അവിടെ എത്തിയ സമയത്ത് വിറക് ശേഖരിക്കുന്നതിനിടയിൽ രക്തം കണ്ടെന്നും അത് ക്ഷേത്രത്തിൽ ഒരു ആധ്യാത്മിക അന്തരീക്ഷം അല്ലെങ്കിൽ ദൈവീ സ്ഥാനം ഉണ്ടെന്നും ബോധ്യപ്പെടാൻ ഇടയായി എന്നുള്ളതൊക്കെയാണ് വിശ്വാസം. അതിനുശേഷമാണ് ഇവിടെ ധർമ്മശാസ്താവ് കുടികൊള്ളുന്നത്. ഒപ്പം തന്നെ വയത്തൂർ കാലിയാർ മഹാദേവനാണ്, പരമേശ്വരനാണ്. അദ്ദേഹം അങ്ങനെ ഭക്തജനങ്ങൾക്ക് വരം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അനുഗ്രഹം നൽകിക്കൊണ്ട് വിരാജിക്കുകയാണ് ഇവിടെ. അപ്പോൾ 3 ദേവസങ്കല്പങ്ങൾ, 3 ദേവന്മാർ ഇവിടെ കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ണാടിപ്പറമ്പ് ക്ഷേത്രത്തിന്റെ പഴക്കം വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ ഈ സങ്കേതത്തെ വടക്കൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന കണ്ണിയാക്കി മാറ്റുന്നു. ക്ഷേത്രത്തിന് 3000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കണക്ക് കേവലം ഐതിഹ്യമല്ല, മറിച്ച് പുരാതനമായ ശിലാലിഖിതങ്ങളിലാണ് ഇത്തരം ചരിത്രപരമായ വിവരങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഈ പ്രദേശം പുരാതന കാലം മുതൽക്കേ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇത് വടക്കൻ കേരളത്തിന്റെ പുരാതന ചരിത്രത്തിലെ ഒരുപക്ഷെ സംഗമ കാലഘട്ടത്തിലെ പോലും ഒരു പ്രധാന വിവരമാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചരിത്രപരമായ തെളിവ് AD 1823 ഒരു വഴിപാട് രേഖയാണ്. ഈ ലിഖിതം സൂചിപ്പിക്കുന്നത് പഴയ കൽപ്പാത്തി ഗ്രാമം പോലെയുള്ള ഒരു അഗ്രഹാരത്തിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലേക്ക് 19-ാം നൂറ്റാണ്ടിൽ കന്മതിൽ നിർമ്മാണത്തിനായി സംഭാവന ചെയ്തു എന്നാണ്. ഇത് ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യത കൂടിയാണ്. തെക്കൻ കേരളത്തിലെ ബ്രാഹ്മണ അഗ്രഹാരങ്ങൾക്ക് 19-ാം നൂറ്റാണ്ടിൽ പോലും വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ശക്തമായ ബന്ധം നിലനിന്നിരുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു. ഈ ബന്ധം അന്നത്തെ പ്രാദേശിക സാമ്പത്തിക സാമൂഹിക ബന്ധങ്ങളുടെ ഒരു നേർചിത്രമാണ് നൽകുന്നത്. കൂടാതെ കണ്ണാടിപ്പറമ്പ് എന്ന സ്ഥലനാമത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. അതായത് ഭഗവതിയുടെ കണ്ണാടി പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ക്ഷേത്രം നിലകൊള്ളുന്ന ഭൂമിക്ക് കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുള്ള പറമ്പെന്ന അർത്ഥത്തിൽ ആ പേര് ലഭിച്ചത്. ഇത്തരം സ്ഥലനാമ പഠനങ്ങൾ പ്രാദേശിക ചരിത്രത്തിന് വളരെയധികം മുതൽക്കൂട്ടാണ്. ഈ ചരിത്രപരമായ കണ്ണികൾ കണ്ണാടിപ്പറമ്പ് ക്ഷേത്രത്തെ കേവലം ഒരു പ്രാദേശിക ആരാധനാലയത്തിൽ നിന്നും കേരളത്തിന്റെ പ്രാചീനവും മധ്യകാലഘട്ടത്തിലെയും സാമൂഹികവും വാസ്തുവിദ്യാപരവുമായ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന സ്മാരകമാക്കി മാറ്റുന്നു. ഒരു ക്ഷേത്രത്തിന്റെ ആധ്യാത്മിക ചൈതന്യം നിലനിർത്തുന്നതിൽ തന്ത്രിമാർക്കുള്ള പങ്ക് വളരെ വലുതാണ്. കണ്ണാടിപ്പറമ്പ് ക്ഷേത്രം കരുമാരത്തില്ലം തന്ത്രിമാരുടെ താന്ത്രിക കർമ്മങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ്. നിലവിൽ ക്ഷേത്രം തന്ത്രി വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് താന്ത്രിക കർമ്മങ്ങൾ നടക്കുന്നത്. തന്ത്രശാസ്ത്ര പ്രകാരമുള്ള കർമ്മങ്ങൾ ഒരു ക്ഷേത്രത്തിലെ ദൈവചൈതന്യത്തെ ഉണർത്തി നിലനിർത്തുന്നു. നവകം, ഉച്ചപൂജ എന്നിവ തന്ത്രിയുടെ പുണ്യകരങ്ങളാൽ സമർപ്പിക്കപ്പെടുമ്പോൾ ക്ഷേത്രത്തിലെ ഊർജപ്രവാഹവും വർദ്ധിക്കുന്നു. പ്രാദേശിക ആചാരങ്ങളെയും പൂജാ സമ്പ്രദായങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഈ താന്ത്രിക കുടുംബങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. കരുമാരത്തില്ലത്തിന്റെ പാരമ്പര്യം ക്ഷേത്രത്തിലെ സങ്കീർണമായ ശൈവശാസ്ത്ര ശക്തിസങ്കല്പങ്ങളെ ശാസ്ത്രീയമായി നിലനിർത്തുന്നു. കണ്ണാടിപ്പറമ്പ് ക്ഷേത്രം വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാലും വിശേഷാൽ പൂജകളാലും സജീവമാണ്. ഇതിലേറ്റവും ആകർഷണീയമായത് മീനമാസത്തിലെ പൂരം നാളിൽ കൊടിയേറി 8 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്രവിളക്ക് മഹോത്സവമാണ്. ശാസ്താവിന്റെയും ഭഗവതിയുടെയും ബലിവിഗ്രഹങ്ങൾ പുഷ്പമാലകളാലും ആഭരണങ്ങളാലും അലങ്കരിച്ചെത്തുന്ന തിടമ്പുകൾ ദർശിക്കുന്നത് ഭക്തർക്ക് ആനന്ദം നൽകുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ശ്രീഭൂതബലി, വൈകുന്നേരം ശീവേലി എന്നിവ നടക്കും.
രാത്രിയിൽ നെറ്റിപ്പട്ടം കെട്ടിയ 2 ഗജവീരന്മാരെ മുത്തുക്കുടയോടും വാദ്യമേളങ്ങളോടും എഴുന്നള്ളിക്കുന്നത് ചന്തവും രാജകീയ പ്രൗഢിയും നൽകുന്നു. പഞ്ചവാദ്യവും പഞ്ചാരിമേളവും തിടമ്പ് നൃത്തത്തിന്റെ പദവിന്യാസ താളലേയവും അന്യദേശക്കാരെ പോലും ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്ന കലാവിരുന്നുകളാണ്. പ്രധാന ചടങ്ങുകളിൽ ഐതിഹ്യപരമായി പ്രാധാന്യമുള്ള 3-ാം നാളിലെ ആരൂഢസ്ഥാനമായ നാറാത്ത് പാണ്ഡ്യൻതട സ്ഥാനത്തേക്കുള്ള എഴുന്നള്ളത്തും, ഉത്സവബലി 7-ാം നാളിലെ മഹോത്സവം, ഗണപതി ക്ഷേത്രത്തിനുള്ള കരടിവരവ്, എരഞ്ഞിക്കൽ ദേവസ്വം വക പൂരക്കളി എന്നിവ പാരമ്പര്യത്തിന്റെ തിളക്കമാർന്ന ചടങ്ങുകൾ കൂടിയാണ്. 8-ാം നാൾ ക്ഷേത്രക്കുളത്തിൽ നടക്കുന്ന ഭക്തിസാന്ദ്രമായ ആറാട്ടോടെയും കൊടിയിറക്കത്തോടെയുമാണ് ഉത്സവത്തിന്റെ സമാപനം. ഇവിടെ പലതരത്തിലുള്ള ഉത്സവങ്ങളുണ്ട്. അതായത് പാട്ട്, ഊട്ട്, ഉത്രവിളക്ക് എന്നാണ് പ്രധാനമായിട്ട് നമ്മൾ പറയാം. പാട്ടെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കഴിഞ്ഞ തുലാമാസത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്നു കഴിഞ്ഞു. അതും ഭഗവാന്റെ ഒരു പ്രീതിക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഊട്ടെന്ന് പറയുന്നത് വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിലാണ്. മകരം 19 മുതൽ 23 വരെ, ഏകദേശം ഫെബ്രുവരി 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ് ആ മഹോത്സവം നടത്തുന്നത്. 6-ാം തീയതി മഹോത്സവമാണ്. ഒറ്റത്തടമ്പ് നൃത്തമൊക്കെയുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭൂതഗണം, അതായത് കോമരം ഇതിലുണ്ടാവും. ഈ വിഗ്രഹം എഴുന്നള്ളിച്ച് പോകുന്ന സമയത്ത് തന്നെ കോമരവും കൂടെ ഉണ്ടാവും. അത് ഈ പറയുന്നത് പോലെ വളരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു നെയ്യഭിഷേകം, അത് തലേന്ന് നെയ്യാട്ടം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതിനും അതുപോലെ തന്നെ മഹോത്സവത്തിനും അനവധി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത്. അത് ഫെബ്രുവരി 6-ാം തീയതിയാണ്, മകരം 23-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഉത്രവിളക്ക് എന്ന് പറയുന്നത് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നടത്തുന്ന ഉത്സവമാണ്. അത് മീനം മാസത്തിലെ പൂരം നാളിൽ കൊടിയേറി അങ്ങനെ 8 ദിവസം, 8-ാം ദിവസം ആറാട്ടോടു കൂടിയാണ്, 9-ാം ദിവസം ആറാട്ടോടു കൂടിയാണ് അത് സമാപിക്കുക. 2 ആനപ്പുറത്ത് വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന മഹോത്സവം, അതും വളരെ ആകർഷണീയമായിട്ടുള്ളൊരു ഉത്സവമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്സവം. നാനാഭാഗത്തുനിന്നും ജില്ലയുടെ നല്ല പുറത്തുനിന്ന് തന്നെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് ആ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ചിലതാണ് പാട്ടുത്സവം. ഇത് തുലാമാസത്തിൽ നടക്കും. ചുറ്റുവിളക്കുത്സവം ധനുമാസത്തിലെ പ്രധാനപ്പെട്ട ആഘോഷമാണ്. മണ്ഡലകാലം 41 ദിവസത്തെ പ്രത്യേക പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. ഈ ദിവസങ്ങളിൽ നിറമാല, 3-ാം ശനിയാഴ്ച സ്വാമിമാരുടെ വക ഭജനയും വലിയ നിറമാലയും, ശാസ്താവിനും ഭഗവതിക്കും ഒറ്റക്കലശം പൂജിച്ച് അഭിഷേകം എന്നിവ പ്രധാനമാണ്. ഇതിൽ തന്നെ തുലാമാസ ശനിയാഴ്ചകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. പണ്ടിത് കൊയ്ത്തുത്സവത്തിന്റെയും ബാർട്ടർ സംവിധാനത്തിന്റെയും വേദിയായിരുന്നതുപോലെ ഇന്നും അമ്പലമൈതാനം വലിയൊരു സാമ്പത്തിക സാമൂഹിക സംഗമ കേന്ദ്രമായി വർത്തിക്കുന്നു. ദേശങ്ങൾക്കപ്പുറത്ത് നിന്നും ഭക്തർ ശനീശ്വര ദർശന പുണ്യത്തിനായി ഈ ദിവസങ്ങളിൽ ഒഴുകിയെത്തും. ശനീശ്വര ദർശനത്തിനായി തുലാമാസത്തെ എല്ലാ ശനിയാഴ്ചകളിലും ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ഈ വർഷം 5 ശനിയാഴ്ചകളാണ് വരുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും ആ ഭക്തജനങ്ങൾക്കൊക്കെ ഇവിടെ അന്നപ്രസാദം തയ്യാറാക്കിയിട്ടുണ്ട്. ചെറുതും വലുതുമായി ഓരോ ഭക്തജനങ്ങളുടെയും സമർപ്പണമായാണ് എല്ലാ ആഴ്ചകളിലും അന്നദാനം നടത്തി വരുന്നത്. ഭക്തജനങ്ങൾക്ക് വഴിപാട് ചെയ്യാനുള്ള സൗകര്യം കൊണ്ട് ശനീശ് പൂജ, നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളുതിരി എന്നീ വഴിപാടുകളാണ് ശാസ്താക്ഷേത്രത്തിൽ പ്രധാനമായി നടന്നു വരുന്നത്. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. ശാസ്താ ക്ഷേത്രമായതുകൊണ്ട് മണ്ഡലമാസം അതിപ്രാധാന്യമാണ്. നിറമാല, ധാരാളം അയ്യപ്പ ഭക്തന്മാർ മാലയിടുന്നതിനും കെട്ടുനിരക്കുന്നതിനും ഭജനയോ ഇതോടൊപ്പം മണ്ഡലമാസം വളരെ വിപുലമായി ആഘോഷിച്ച് വരുന്നുണ്ട്. അതാണ് പിന്നെ തുലാമാസത്തെ ശനിയാഴ്ചകളിൽ അതിപ്രാധാന്യമാണ്. ആണ് ഈ ശാസ്താക്ഷേത്രത്തിലെ പ്രധാന വിശേഷമായി ആചരിക്കുന്നത്. അന്നദാന ഭക്തജനങ്ങളുടെ സമർപ്പണമായി മറ്റാണ് നടന്നു വരുന്നത്. ഓരോ ആഴ്ചയും മുഴുവനായി ചെയ്ത ആളുകളുണ്ട്, സമർപ്പണം ചെയ്ത കൂട്ടുണ്ട്, ഭാഗികമായി ചെയ്ത കൂട്ടുണ്ട്, പച്ചക്കറി തന്ന കൂട്ടുണ്ട്, അരി തന്ന കൂട്ടുണ്ട്. ചെറുതും വലുതുമായി അതിന് ഒരു കണക്കില്ല. ചെറുതായാലും വലുതായാലും അവർ മനസ്സറിഞ്ഞ് ഭക്തജനങ്ങൾ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന സമർപ്പണം കൊണ്ടാണ് ഇതുവരെയായി അന്നദാനം നടന്ന് വരുന്നത്. ഈ തുലാമാസം 5 ശനിയാഴ്ചകളും അന്നദാനമുണ്ട്. പിന്നെ ഉത്സവ സമയത്ത് അന്നദാനം ഉണ്ടാവും. ഏകദേശം 1500-2000 ആളുകൾ ശനിയാഴ്ചകൾ അന്നദാനത്തിന് എത്താറുണ്ട്. അന്നദാനം ഇവിടെ ഒരു പ്രധാന വഴിപാടാണ്. കൂടാതെ പൂരം നാളിൽ ശ്രീ ഭഗവതിയുടെ തിടമ്പ് നാലമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ച്
പ്രത്യേക പീഠത്തിൽ ഉപവിഷ്ടയാക്കി പൂരം കുളിയും കഴിഞ്ഞ് അകത്തെഴുന്നള്ളിക്കുന്നത് ഒരു വിശേഷപ്പെട്ട പൂജാദിനവുമാണ്. പതിവായി ക്ഷേത്രത്തിൽ പ്രദോഷനാമജപം നടക്കുന്നുണ്ട്. ഇത് മാതൃസമിതിയാണ് നേതൃത്വം നൽകുന്നത്. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ലളിതാ സഹസ്രനാമം ജപിക്കുകയും എല്ലാ ശനിയാഴ്ചകളിലും പ്രദക്ഷിണ നാമജപം നടത്തുകയും ചെയ്യുന്നു. നിത്യേനയുള്ള ചടങ്ങുകൾക്ക് പുറമെ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം രാമായണ പാരായണവും ഒരു പ്രധാന ആചാരമായി നടന്നുവരുന്നു. കണ്ണാടിപ്പറമ്പ് ക്ഷേത്രം ഇന്ത്യയുടെ അടിസ്ഥാനശിലയായ മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും മഹനീയ മാതൃക കൂടിയാണ്. ഉത്രവിളക്ക് മഹോത്സവത്തിന്റെ കൊടിയേറ്റത്തിന് മുന്നോടിയായി നെടുവാട്ട് മഹൽ ജുമാ മസ്ജിദിൽ നിന്നും പഞ്ചസാരക്കുടം സമർപ്പിക്കുന്ന ചടങ്ങ് ഒരു മായ്ക്കാൻ പറ്റാത്ത രംഗമാണ്. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവത്തിന് ഒരു മുസ്ലിം പള്ളിയിൽ നിന്നും ആദരസൂചകമായി മധുരം സമർപ്പിക്കുന്നത് ഈ പ്രദേശത്തെ നൂറ്റാണ്ടുകളായുള്ള സഹവർത്തിത്വത്തിന്റെ തെളിവ് കൂടിയാണ്. അതുപോലെ തന്നെ പള്ളിയിലെ പെരുന്നാൾ സമയത്ത് ക്ഷേത്രം വക അരി സമർപ്പിക്കുന്ന ആചാരവും തുടർന്നുവരുന്നു. ഈ പരസ്പര ബഹുമാനം കേരള സമൂഹത്തിന്റെ സഹിഷ്ണുതയുടെയും മനുഷ്യനൊന്നാണെന്ന ആദർശത്തിന്റെയും പ്രായോഗികമായ ഉദാഹരണമാണ്. ഈ ആചാരങ്ങൾ കേവലം പ്രതീകാത്മകമല്ല, മറിച്ച് ജാതി മത ചിന്തകൾക്കതീതരായി മനുഷ്യരെ ഒന്നിച്ചു നിർത്തുന്ന ഒരു സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലാണ്. കണ്ണാടിപ്പറമ്പ് ക്ഷേത്രം ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രമല്ല, പ്രാദേശിക അനുഷ്ഠാന കലകളിലും ആചാരപരമായ കാര്യങ്ങളിലും ഒരു കേന്ദ്രസ്ഥാനം വഹിക്കുന്നു. പ്രശസ്തമായ നാറാത്ത് ശ്രീ മുച്ചിലോട്ടുകാവിലെ കളിയാട്ടം കുറിക്കുന്നതിന് മുന്നോടിയായി നടക്കുന്ന ഒരു അപൂർവ സമ്പ്രദായം ഈ ക്ഷേത്രത്തിന്റെ പ്രാദേശിക പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ധനുമാസം 10-ാം തീയതി വൈകുന്നേരം 4 കോമരത്താന്മാർ പരിവാരസമേതം വാദ്യമേളങ്ങളോടെ ശ്രീ ധർമ്മശാസ്താവിനെ വന്ദിച്ച് തിരുനടയിൽ വച്ച് പട്ടോല ചൊല്ലി കളിയാട്ടത്തിനുള്ള അനുവാദം വാങ്ങി വന്നിച്ച് പടിയിറങ്ങി തിരിച്ചുപോകുന്നു. ഈ ആചാരം കണ്ണാടിപ്പറമ്പ് ശാസ്താക്ഷേത്രത്തെ ചുറ്റുമുള്ള കളിയാട്ടക്കാവുകളുടെയും തെയ്യസ്ഥലങ്ങളുടെയും ഒരു അധിപതി സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. കണ്ണാടിപ്പറമ്പ് ശ്രീ കൊറ്റാളി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള തിരുവായുധം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള നാടുവലം വയ്ക്കൽ ആരംഭിക്കുന്നത് ഈ ശാസ്താക്ഷേത്ര സന്നിധിയിൽ നിന്നാണ്. ചെമ്പട്ടും ആഢ്യാഭരണങ്ങളും അണിഞ്ഞ വെളിച്ചപ്പാടൻ കിരാതമൂർത്തിയായ പിതാവിനെ വണങ്ങി തിരുനടയിൽ വന്ദിച്ച് പട്ടോല ചൊല്ലി നാട് വലം വയ്ക്കാനുള്ള അനുവാദം വാങ്ങിയാണ് യാത്ര പുറപ്പെടുന്നത്. ഒരു ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ് ആരംഭിക്കുന്നതിന് മറ്റൊരു ക്ഷേത്രത്തിലെ ദേവന്റെ അനുവാദം വാങ്ങുന്ന ഭഗവതിയും ശാസ്താവും തമ്മിലുള്ള പിതൃപുത്ര ബന്ധത്തെ സൂചിപ്പിക്കുന്ന സങ്കീർണമായ പ്രാദേശിക ആചാരങ്ങളുടെ ഉദാഹരണം കൂടിയാണ്. കണ്ണാടിപ്പറമ്പ് ശ്രീഗണപതി മണ്ഡപത്തിൽ നിന്നും ധനുപ്പത്ത് അടിയന്തരത്തിനും മഹാശിവരാത്രി അടിയന്തരത്തിനും മേടം 16-ാം തീയതി നിറമാല മഹോത്സവത്തിനും കോമരം പരിവാര സമേതം വടക്കേക്കാവിലെ രുദ്രകാളി സന്നിധിയിലെത്തി ഭദ്രകാളിയെ വണങ്ങി മഹാദേവനെയും ശ്രീ ധർമ്മശാസ്താവിനെയും വന്ദിച്ച് പട്ടോല ചൊല്ലി കലശം കുളിച്ച് ശേഷിക്കുന്ന അടിയന്തരാനുവാദവും വാങ്ങി തിരിച്ചെഴുന്നള്ളുന്നതും ക്ഷേത്രത്തിന്റെ വൈശേഷിക ആചാരമാണ്. ഈ ചടങ്ങുകൾ ക്ഷേത്രങ്ങൾ തമ്മിലുള്ള പാരമ്പര്യ ബന്ധങ്ങളുടെയും പ്രാദേശിക അധികാര ശ്രേണിയിലെ കണ്ണാടിപ്പറമ്പ് ക്ഷേത്രത്തിന്റെ ഉന്നത സ്ഥാനത്തിന്റെയും തെളിവാണ്. ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രദോഷനാമജപവും ലളിതാ സഹസ്രനാമവും രാമായണ പാരായണവും ക്ഷേത്രത്തിന്റെ ആധ്യാത്മികവും സാംസ്കാരികവുമായ ഉന്നമനത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. ഇത്തരം കൂട്ടായ്മകൾ സ്ത്രീശക്തിയുടെയും സാമൂഹിക പങ്കാളിത്തത്തിന്റെയും ഉദാഹരണം കൂടിയാണ്. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഇങ്ങനെയാണ്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രമുള്ളത്. മട്ടന്നൂർ, തലശ്ശേരി, കണ്ണൂർ, തളിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും എളുപ്പത്തിൽ ക്ഷേത്രത്തിലെത്താനാകും. ദേശീയപാതയിൽ നിന്നും പുതിയ തെരു കാട്ടാമ്പള്ളി വഴി 7 കിലോമീറ്റർ സഞ്ചരിച്ചാലും മതിയാകും. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വടക്കേ മലബാറിന്റെ ആത്മീയ ഭൂമികയിൽ ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും തിളക്കവുമായി നിലകൊള്ളുന്ന കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ഒരു അത്ഭുതമാണ്. കലിയുഗവരദനായ ശ്രീ ധർമ്മശാസ്താവും സൗമ്യ രൗദ്രഭാവങ്ങളോട് കൂടിയ ശ്രീ ഭദ്രകാളിയും ശ്രീ മഹാദേവനും ഒരുമിച്ച് വാഴുന്ന ഈ അപൂർവ സന്നിധി ശിവശാക്തേയ വൈഷ്ണവ ധാരകളുടെ സംഗമസ്ഥാനം കൂടിയാണ്. 3000 വർഷത്തെ പഴക്കവും 19-ാം നൂറ്റാണ്ടിലെ ശിലാലിഖിതങ്ങളും മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വല മാതൃകകളും ഈ ക്ഷേത്രത്തെ കേരളീയ പൈതൃകത്തിന്റെ അമൂല്യ സമ്പത്താക്കി മാറ്റുന്നു. നാട്ടിലെ കുലക്ഷേത്രങ്ങളുടെയും ഗ്രാമക്ഷേത്രങ്ങളുടെയും അധിപതിയായ ഈ മഹാക്ഷേത്രം ജാതിമതങ്ങൾക്കതീതമായി സദാ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നു.
കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സന്ദർശിക്കുന്നത് കേവലമൊരു തീർത്ഥാടനമല്ല, മറിച്ച് മലബാറിന്റെ ചരിത്രത്തിലൂടെയും സംസ്കാരത്തിലൂടെയുമുള്ള ആഴത്തിലുള്ള യാത്ര കൂടിയാണ്.